എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. +2 ബിസിനസ് സ്റ്റഡീസിന്റെ 6ാമത്തെ അധ്യായമായ സ്റ്റാഫിങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക് ഇതാണ്: ട്രെയിനിങ്ങിന്റെ മെത്തേഡ്സ്. 3 ആസ്പെക്ട്സ് ആണ് ഉള്ളത് സ്റ്റാഫിങ്ങിൽ. അതിൽ 1 റിക്രൂട്ട്മെന്റ്, 2 സെലക്ഷൻ, 3 ട്രെയിനിങ്. ആ 3ാമത്തെ ആസ്പെക്റ്റായ ട്രെയിനിങ്ങിന് വിവിധ മെത്തേഡുകളാണ് ഉള്ളത്. വിവിധ രീതിയിലുള്ള ട്രെയിനിങ് മെത്തേഡ്സ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ട്രെയിനിങ് മെത്തേഡ് പ്രധാനമായും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ 1 ഓൺ ദ ജോബ് ട്രെയിനിങ്. വാക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഓൺ ദ ജോബ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഉള്ള ട്രെയിനിങ്. 2ാമത്തേത് ഓഫ് ദ ജോബ് ട്രെയിനിങ്, ജോലി ചെയ്യാതെ മാറി നിന്നുകൊണ്ട് ഉള്ള ഒരു ട്രെയിനിങ്. അപ്പം ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ദ എംപ്ലോയി ഈസ് ഗിവൻ ട്രെയിനിങ് വെൻ ഹി ഈസ് ഓൺ ദ ജോബ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവന് ട്രെയിനിങ് കൊടുക്കുകയാണ്. ദ ട്രെയിനി ലേൺ ബൈ ഒബ്സർവിങ് ആൻഡ് ആക്ച്വലി ഡൂയിങ് ദ ജോബ്. ഒരേ സമയത്ത് തന്നെ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ച് ജോലി ചെയ്യുകയും അതേ സമയത്ത് പഠിക്കുകയും ചെയ്യുകയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേരാണ് ലേണിംഗ് ബൈ ഡൂയിങ്. ലേണിംഗ് ബൈ ഡൂയിങ് ഇത് കൃത്യമായും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ലേണിംഗ് ബൈ ഡൂയിങ് എന്താണ്, അല്ലെങ്കിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണ് എന്നുള്ളത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ അടുത്ത സ്ലൈഡിൽ മനസ്സിലാക്കും. 2ാമത്തേതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. എന്താണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് നോക്കി. ദിസ് ഈസ് കൺസേൺഡ് വിത്ത് ഇംപാർട്ടിംഗ് ട്രെയിനിങ് ടു എംപ്ലോയീസ് ഔട്ട്സൈഡ് ദ ആക്ച്വൽ വർക്ക് പ്ലേസ്. യഥാർത്ഥമായി പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് പുറത്ത്, കൃത്യമായി പ്രവർത്തിക്കേണ്ട സ്ഥലത്തിന് പുറത്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് പ്രൊവൈഡഡ് ബൈ ദ എക്സ്പേർട്സ്. കഴിവുള്ള, പ്രാപ്തിയുള്ള, ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആളുകൾ ട്രെയിനിങ് കൊടുക്കും. ദിസ് ഫോക്കസ് മോർ ഓൺ ലേണിംഗ് ദാൻ ഡൂയിങ്. ഈ സമയത്ത് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. എന്തിനെക്കുറിച്ചാണോ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ നോക്കുന്നത്, അല്ലാതെ ചെയ്യാനല്ല നോക്കുന്നത്. അതാ ദാൻ ഡൂയിങ് എന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓഫ് ദ ജോബ് ട്രെയിനിങ് എനേബിൾസ് എംപ്ലോയീസ് ടു കോൺസെൻട്രേറ്റ് ബെറ്റർ ബിക്കോസ് ദേ ആർ ഫ്രീ ഫ്രം ജോബ്. ഈ സമയത്ത് കൃത്യമായി അവർക്ക് കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാനായിട്ട് സാധിക്കും. കാരണം ഒരിക്കലും ഒറിജിനലായിട്ടോ കൃത്യമായിട്ടും അല്ല ചെയ്യുന്നത്, പകരം ചെയ്ത് പഠിക്കുകയാണ്. ഇവിടെ ക്ലിയർ ആയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി ഒറിജിനൽ. പക്ഷേ ഓൺ ദ ജോബ് ട്രെയിനിങ് ആണെങ്കിൽ ചെയ്യുമ്പോൾ തന്നെ സൂക്ഷിച്ച് ചെയ്യണം, കാരണം ഇല്ലെങ്കിൽ അത് പിശകിനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനേക്കാൾ ഇവിടെ കൂടുതൽ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ എംപ്ലോയീസിന് കൂടുതൽ വർക്ക് ചെയ്യാനായി കഴിയും. കാരണം അവർ പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ജോലിയിൽ അവർ നിൽക്കുന്നില്ല. ഇനിയും ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന്റെ പ്രധാനമായ 4 രീതികളാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന് 4 മെത്തേഡ്. 1 അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാംസ്. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാംസ് പുട്ട് ദ ട്രെയിനി അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ മാസ്റ്റർ വർക്കർ. ഒരു പ്രധാന വർക്കറിന്റെ കീഴിൽ ഈ ട്രെയിനി ആക്കും. ഒരു പ്രധാന വർക്കറിന്റെ കീഴിൽ ഈ ട്രെയിനി ആക്കും. ഇത് നിങ്ങൾ ഒരു സിനിമയ്ക്കകത്ത് കണ്ടതായിട്ട് അറിയാം. ജഗദീഷ് ശ്രീകുമാറിന്റെ ചുമതലയിൽ അപ്രന്റീസ്ഷിപ്പായി ജയറാം, മുകേഷ്, ശ്രീനിവാസൻ എന്നിവർ പോകുന്ന ഒരു സീൻ നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടെന്നറിയാം. ഞാനതിൻ്റെ കൂടുതൽ വിശദങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുകയാണ്. ദീസ് ആർ ഡിസൈൻ ടു അക്വയർ എ ഹൈ ലെവൽ ഓഫ് സ്കിൽ. എന്തിനെന്ന് ചോദിച്ചാൽ ഗുരുവിൻ്റെ അത്രയും, മാസ്റ്റർ വർക്കറിൻ്റെ അത്രയും കഴിവുകൾ തന്നെ ഇവർ ശ്രദ്ധയോടെ വീക്ഷിച്ച് ചെയ്ത് അവരുടേതിന് മുമ്പിലിരുന്ന് തന്നെ ചെയ്തും ഒക്കെ നേടിയെടുക്കാൻ കഴിയും. പീപ്പിൾ ഹു വാണ്ട് ടു എൻ്റർ സ്കിൽഡ് ജോബ് ലൈക്ക് പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻ, മെക്കാനിസ്റ്റ് ആർ ഓഫൻ റിക്വയർഡ് ടു അണ്ടർഗോ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്. പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള ജോലികൾ, പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻ, മെക്കാനിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ഗുരുമുഖത്തു നിന്ന് നേരിട്ട് പഠിക്കുകയും അതേ സമയത്ത് തന്നെ വർക്ക് ചെയ്ത് പഠിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ട്രെയിനീസ് റിസീവ്ഡ് സ്റ്റൈഫൻഡ് വൈൽ ലേണിംഗ്.
ചെറിയൊരു തുക അവർക്ക് എപ്പോഴും ഒരു സ്റ്റൈഫൻഡായിട്ട് ലഭിക്കുന്നതാണ്. കാരണം അവർ ചെയ്യുന്ന ജോലിയുണ്ട്, പഠിക്കുകയും ജോലി ചെയ്യണം. അപ്പോൾ ജോലി ചെയ്യുന്നതിന് ഒരു ചെറിയ തുക അവർക്ക് ശമ്പളമായിട്ട് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ട്രെയിനീസ് റിസീവ് സ്റ്റൈഫൻ വൈൽ ലേണിംഗ്. രണ്ടാമത്തെ നോക്കി, കോച്ചിങ്. Under this method, the supervisor guides or coaches his subordinate to acquire knowledge and skill. Supervisor guides or coach his subordinate to acquire knowledge and skill. ഒരു ബോൾ എറിഞ്ഞ് പഠിപ്പിക്കുന്ന കോച്ചുണ്ട്, ബാസ്കറ്റ് ബോൾ കോച്ച്, ക്രിക്കറ്റ് കോച്ചുണ്ട്. അപ്പം അവിടെ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു സൂപ്പർവിഷനാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സൂപ്പർവിഷൻ. ദ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ ബൈ ദ സൂപ്പർവൈസർ. ഇൻസ്ട്രക്ഷൻ സൂപ്പർവൈസർ കൊടുക്കും, അതുപോലെ ഇവർ ചെയ്യുക. ദ സബോർഡിനേറ്റ്സ് ലേൺസ് ദ വർക്ക് ബൈ ഡൂയിങ്. സബോർഡിനേറ്റ്സ് അതുപോലെ ചെയ്യും. സൂപ്പർവൈസർ പറഞ്ഞു കൊടുക്കുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു, സബോർഡിനേറ്റ്സ് അതുപോലെ ചെയ്യുന്നു. ആൻഡ് തേർഡ് വൺ, ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. ഇപ്പോൾ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ജോയിന്റ് പ്രോഗ്രാം ഓഫ് ട്രെയിനിങ് കണ്ടക്റ്റഡ് ബൈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിസിനസ് ഫേം. ഇത് ഒരു പ്രത്യേകതരം ട്രെയിനിങ് ആണ്. 2 പേര് ഒരുമിച്ച് ചേർന്നാണ് നടത്തുന്നത്. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും, ഇവർ ബിസിനസ് നടത്തുന്ന ഫേമും ഉണ്ടാകും. ബിസിനസ്സിലെ ആളുകളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിട്ട് അവിടെ നടത്തി, അല്ലെങ്കിൽ ഇവർ 2 പേരുടെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ആക്ച്വലി ട്രെയിനിങ് കൊടുക്കുന്നത് ഓഫീസിലെ ബിസിനസ് ഫേമിലെ ആരുമല്ല, വെളിയിൽ നിന്നുള്ള ആളുകളാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. പക്ഷേ ഏതിൻ്റെ ഹെഡിലാണ്? ബിസിനസ് ഫേമിൻ്റെ ഹെഡിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് ജോയിന്റ് പ്രോഗ്രാം ഓഫ് ട്രെയിനിങ് കണ്ടക്റ്റഡ് ബൈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിസിനസ് ഫേംസ് എന്ന് പറഞ്ഞത്. Selected candidates carry on regular studies in an educational institution. Selected candidates carry on regular studies in an educational institution. തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ മാത്രമാണ് അതിനകത്ത് പാർട്ടാകുന്നത്, അല്ല എല്ലാവർക്കും അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. They also work in some factory or office to acquire practical knowledge and skill. അതേ സമയത്ത് തന്നെ അവർ ഓഫീസിലും ഫാക്ടറിയിലും ഈ പറഞ്ഞ കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ് ചെയ്തു നോക്കും. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവർക്ക് തിയറട്ടിക്കൽ നോളജ് കൊടുക്കുന്നു, അവർ പ്രാക്ടിക്കൽ അവരുടെ ഓഫീസിൽ അല്ലെ ഫാക്ടറിയിൽ അത് ചെയ്തു നോക്കുന്നു. ഈ സമയത്തും അവരുടെ സൂപ്പർവിഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സൂപ്പർവിഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദ ഫോർത്ത് വൺ, ദാറ്റ് ഈസ് ജോബ് റൊട്ടേഷൻ. അത് എളുപ്പം കൂട്ടുകാർക്ക് മനസ്സിലാവും. കാരണം നമ്മൾ പഠിച്ചായിരുന്നു, പ്രൊമോഷനും ട്രാൻസ്ഫറും പഠിച്ചായിരുന്നു. അതുപോലെയാണിത്. എന്താ ജോബ് റൊട്ടേഷൻ? ദ ട്രെയിനി ഈസ് സിസ്റ്റമാറ്റിക്കലി ട്രാൻസ്ഫേർഡ് ടു വേരിയസ് ജോബ്. ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് സിസ്റ്റമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യും. സോ ദാറ്റ് ഹി ക്യാൻ ഗെയിൻ ദ എക്സ്പീരിയൻസ് ഈച്ച് ഓഫ് ദം. അപ്പോൾ ഇന്ന് സ്ഥിരമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ജോലിയാണ്, ഉദാഹരണം കണക്കെഴുതുന്ന ജോലിയാണ് എങ്കിൽ അതിനകത്ത് അയാൾ എക്സ്പേർട്ടായിട്ടുണ്ട്. എന്നാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുക്കും, ഒരു റൊട്ടേഷൻ കൊടുക്കുന്നു. അദ്ദേഹം അവിടെ പോയി ചെറുതായിട്ട് പർച്ചേസ് ചെയ്യുന്നതിനെക്കുറിച്ച്, ആരോടൊക്കെ സാധനം വാങ്ങണം, എങ്ങനെയൊക്കെ വാങ്ങണം എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹം അതിനകത്ത് ഏകദേശമായി കഴിയുമ്പോൾ അടുത്ത സെയിൽസിലേക്ക് കൊടുക്കുന്നു, അടുത്ത പ്രൊഡക്ഷനിലേക്ക് കൊടുക്കും. ഇങ്ങനെ മാറി മാറി വരുമ്പം ഈ ട്രെയിനിങ് കിട്ടുകയും ചെയ്യും. ഈ കിട്ടുന്ന എംപ്ലോയി ജോലി ചെയ്യുകയാണ്, അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ അറിവ് വർദ്ധിക്കുകയും. ഇറ്റ് ഹെൽപ്സ് ടു ഫെമിലറൈസ് ദ ട്രെയിനി വിത്ത് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഫേംസ് ഓപ്പറേഷൻ. സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ വിവിധ രീതിയിൽ അയാൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇന്ന തലങ്ങളുണ്ട്, അതിന് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, ഇന്ന പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ജോലി ചെയ്യുന്ന എംപ്ലോയി ജോലി ചെയ്യുകയും അതേ സമയത്ത് പഠിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം നാളെ ഭാവിയിൽ ഒരു മാനേജറായിട്ട് വരുന്ന സമയത്ത് ഏറെ ക്ലിയർ ആയിട്ട് ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അടുത്തതിലേക്ക് ഇനി നമ്മൾ നോക്കുന്നത് ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് നോക്കി,
ഓഫ് ദി ടോപ്പ് ട്രെയിനിങ് പ്രധാനമായിട്ട് ഉള്ളത് താഴെ പറയുന്നതാണ്. ഒന്ന്, ക്ലാസ് റൂം ലെക്ചേഴ്സ്. പ്രത്യേകിച്ച് ഒന്നും കൂട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല. ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എല്ലാവരും അറിയാവുന്നതാണ്. നമ്മളെല്ലാം സ്കൂളിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയിരിക്കുന്നു, അവിടെ കുറേ ലെക്ചർ കേൾക്കുന്നു, കുറേ കോൺഫറൻസിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നു, കുറേ അറിവുകൾ നൽകുന്നു. അത് ഒരു ഇത്ര വർഷമായിട്ട് തീർക്കുന്നു. ഇപ്പോൾ കൂട്ടുകാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോലെ അവർ പഠിക്കുന്നു. ക്ലാസ് റൂം ലെക്ചേഴ്സ് ഓർ കോൺഫറൻസസ് അപ്രോച്ചസ് ഈസ് വെൽ സ്യൂട്ടഡ് ടു കൺവേ സ്പെസിഫിക് ഇൻഫർമേഷൻ, റൂൾസ്, പ്രൊസീജിയേഴ്സ് ഓർ മെത്തേഡ്സ്. സാധാരണയായി കൊടുക്കേണ്ടതായ സ്പെസിഫിക് ഇൻഫർമേഷൻ, റൂൾസ്, പ്രൊസീജിയർ, മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് ഈ ക്ലാസ് റൂം ലെക്ചേഴ്സാണ്. ദ യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ മെത്തേഡ്സ് ഓർ ഡെമോൺസ്ട്രേഷൻ വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ്. ഇതിനകത്ത് എത്രയും കൂടുതൽ കാര്യങ്ങൾ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഈ ലെക്ചറിങ്ങിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റും. കൂടുതൽ താല്പര്യത്തോടെ ആളുകൾക്ക് അതിൽ പങ്കെടുക്കാനിടയാം. കോൺഫറൻസ് ഹെൽപ്പ് ദ എംപ്ലോയീസ് ടു ഡിസ്കസ് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് എ പെർട്ടിക്കുലർ ടോപ്പിക്. കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, വലിയ ടോപ്പിക്കുകളൊന്നുമില്ല, എല്ലാം കൂടെ ജനറൽ ആയിട്ടല്ല, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ വെച്ചുകൊണ്ട് കൂടുതൽ ഡിസ്കഷനും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. എക്സ്പേർട്സ് ആർ ഡെലിവറിംഗ് ലെക്ചേഴ്സ് ആഫ്റ്റർ ഡിസ്കഷൻ. ഒരു ഡിസ്കഷൻ നടത്തി കഴിഞ്ഞാൽ അതിനകത്ത് എക്സ്പേർട്സിന്റെ ലെക്ചേഴ്സ് ഒക്കെ ഉണ്ടാകും എന്നർത്ഥം. അത് നിങ്ങൾക്ക് ഫെമിലിയർ ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തേതാണ് ഫിലിം. എന്താണ് ഫിലിം? സിനിമ കാണിക്കുക, അല്ലെങ്കിൽ ചെറിയ സിനിമകളുണ്ട്, ചെറിയ ചെറിയ ഫിലിമുകൾ ഉണ്ടാക്കി, ഷോർട്ട് ഫിലിം ഉണ്ടാക്കി അവർ കാണിച്ചു കൊടുക്കുക. അന്നേരം അവർ കൂടുതൽ മനസ്സിലാവും. ഇപ്പം ഇലക്ഷൻ വരിക, എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളത് ചെറിയ ചെറിയ വീഡിയോസ് ആക്കി കാണിച്ചു കൊടുക്കും. നമ്മുടെ എല്ലാത്തിനകത്തും ട്യൂട്ടറുണ്ട്. ഗൂഗിളിനകത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, എല്ലാത്തിനും ട്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യണം, എങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത് എന്നെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ട്യൂട്ടേഴ്സ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ദേ ക്യാൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലിസിറ്റ്ലി ഡെമോൺസ്ട്രേറ്റ് സ്കിൽ ദാറ്റ് ആർ നോട്ട് ഈസിലി റെപ്രസെൻറ്റഡ് ബൈ അതർ ടെക്നിക്സ്. മറ്റൊന്നിനകത്തും ചെയ്യാൻ കഴിയാത്തത് വളരെ കൃത്യമായി ഈ ഫിലിമിലൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് തേർഡ് വൺ, ദാറ്റ് ഈസ് കേസ് സ്റ്റഡി. Cases are actual experiences which manager confronts while discharging their duties. ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ചില ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാനേജർ അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ട്രെയിനീസ് ആർ ആസ്ക്ഡ് ടു സ്റ്റഡി ദ കേസ് ടു ഡിറ്റർമിൻ ദ പ്രോബ്ലം, അനാലിസിസ് കേസസ് ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് സൊല്യൂഷൻ. അദ്ദേഹം അഭിമുഖീകരിച്ച ഒരു പ്രതിസന്ധിയെ ഇവരോട് പറയുകയാണ്, ഈ കേസ് ഒന്ന് പഠിക്കണം, ഈ വിഷയം ഒന്ന് പഠിക്കണം, പഠിച്ചിട്ട് എന്താണ് അതിൻ്റെ യഥാർത്ഥ പ്രോബ്ലം എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെന്താണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സൊല്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ ആ വിഷയത്തിൽ ട്രെയിനികളുടെ എക്സ്പേർട്ടായിട്ട് മാറും. യാതൊരു സംശയമില്ലാതെ ട്രെയിനികളുടെ എക്സ്പേർട്ടായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മാനേജർ ഡയറക്റ്റായി അഭിമുഖീകരിച്ച ഒരു പ്രശ്നമാണ് ഇവർക്ക് പഠിക്കാനും അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനുമായിട്ട് ഇവരെ പറഞ്ഞത്. പക്ഷേ സൊല്യൂഷൻ യഥാർത്ഥമായും ചെയ്യുന്നത് മാനേജർ തന്നെയായിരിക്കും. എങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യാൻ ഇവരുടെ സഹായം തേടും. കേസ് സ്റ്റഡി മെത്തേഡ് ഈസ് വെരി മച്ച് യൂസ്ഫുൾ ഫോർ ഇമ്പാർട്ടിംഗ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് കുട്ടികളെ വളർത്താൻ വേണ്ടി ഉറപ്പായിട്ടും കേസ് സ്റ്റഡി മെത്തേഡ് സഹായിക്കും. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണം, എങ്ങനെയായിരിക്കും തീരുമാനം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, ഇത് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് അവരെ സഹായിക്കും. ആൻഡ് ഫോർത്ത് വൺ, കമ്പ്യൂട്ടർ മോഡലിംഗ്. While the help of computer program, the realities of the job are imitated. This will allow learning to take place without the risk of high cost that would be incurred if a mistake was made in the real life situation. ഇത്രയും ഞാൻ വായിച്ചെങ്കിലും വളരെ നിസ്സാരമായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ വണ്ടി ഡ്രൈവിംഗ് പഠിക്കുകയാണെന്ന് കൂട്ടിക്കോ. നമ്മളൊരു കാർ എടുത്ത് അതിൽ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ സ്വാഭാവികമായും ഈ കാറ് എവിടെയെങ്കിലും ഇടിക്കാനുള്ള സാധ്യത കൂടുതലാണ്, മറ്റു വാഹനങ്ങളിൽ ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ഭയങ്കരമായ നഷ്ടമുണ്ടാകും. അതിന് ഇപ്പോൾ പുതിയതായ സംവിധാനം,
അത് വേറൊന്നുമല്ല, ഒരു റോഡിൻ്റെ കൂട്ട് തന്നെ ഡിസൈൻ ചെയ്ത വലിയൊരു സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റിയറിങ്ങും വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കും. ഇപ്പോൾ കൂട്ടുകാർക്ക് കൂടുതൽ മനസ്സിലായി എന്താണ്. നിങ്ങളെല്ലാം ഇങ്ങനെയുള്ള ഗെയിംസുകൾ കളിക്കുന്നവരാണ്. അങ്ങനെ ഗെയിംസ് കളിക്കുമ്പം വണ്ടിയുടെ സ്റ്റിയറിംഗ് പോലെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ കൊടുത്ത് വണ്ടി ഇങ്ങനെ ഓടിച്ച് പോകും. വണ്ടി വളയുന്നത് കൂടുതലായ വണ്ടി ഇടിക്കും, വണ്ടി സ്ട്രെയിറ്റ് ആക്കേണ്ടി വരും, ആക്സിലേറ്റർ ചവിട്ടേണ്ടി വരും, ബ്രേക്ക് ഇടേണ്ടി വരും, ക്ലച്ച് ചെയ്ത് ഗിയർ മാറ്റേണ്ടി വരും. ഒക്കെ ചെയ്യുന്ന ആ ഒരു റിയൽ സിറ്റുവേഷൻ കമ്പ്യൂട്ടർ മോഡലിങ്ങിൽ നമ്മൾക്ക് കാണാനായിട്ടും ചെയ്യാനായിട്ടും സാധിക്കും. അതാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ സഹായത്തോടെ ആ ഇൻസ്ട്രക്ഷൻ മനസ്സിലാക്കുന്നു. 5th one, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഈ ഒരു ട്രെയിനിങ് 2 മാർക്കിന് കൃത്യമായി പലതവണ പരീക്ഷയ്ക്ക് ഈ ഒരു ട്രെയിനിങ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താണ് എന്നുള്ളത് പല സാഹചര്യങ്ങളിലും പരീക്ഷാ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളാം. സം കൈൻഡ് ഓഫ് വർക്ക് കനോട്ട് ബി ട്രെയിൻഡ് ഇൻ ദ ആക്ച്വൽ വർക്ക് പ്ലേസ് വിത്ത് ഒറിജിനൽ വർക്ക് എൻവയോൺമെൻറ്റ്. ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ കൃത്യമായ വർക്ക് എൻവയോൺമെൻറ്റിൽ ചെയ്യാൻ കഴിയാത്ത പല ട്രെയിനിങ് ഉണ്ട്. അങ്ങനെയുള്ള ട്രെയിനിങ് സച്ച് വർക്ക് ആർ ട്രെയിൻഡ് ഇൻ ആർട്ടിഫിഷ്യൽ വർക്ക് പ്ലേസ് നോൺ ആസ് വെസ്റ്റിബ്യൂൾ സ്കൂൾ. അതിന് തത്തുല്യമായി ആർട്ടിഫിഷ്യലായിട്ടൊരു വർക്ക് പ്ലേസ് ക്രിയേറ്റ് ചെയ്യും. അതിന് തത്തുല്യമായി അതേപോലെ ഇരിക്കുന്ന ഒരു വർക്ക് പ്ലേസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിന് പറയുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ സ്കൂൾ. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ഒറിജിനലായി ചെയ്യേണ്ടിയ സ്ഥലത്ത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അതേപോലെ തന്നെ ഒരു ഡെമ്മി ക്രിയേറ്റ് ചെയ്ത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യും. വെസ്റ്റിബ്യൂൾ സ്കൂൾ ഈസ് എ സെപ്പറേറ്റ് സെഷൻ ഓർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ പ്ലാൻ. മിക്കവാറും വലിയ ഇൻഡസ്ട്രിയൽ പ്ലാനിൽ വെസ്റ്റിബ്യൂൾ സെഷൻ തന്നെ ഉണ്ടാവും. സെപ്പറേറ്റ് സെഷൻ ഓർ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ കാണും. കാരണം എംപ്ലോയീസിന് അതിൽ ട്രയൽ നോക്കാം, കൃത്യമാകുന്നുവെങ്കിൽ മാത്രം ഒറിജിനലിലേക്ക് ചെയ്തു നോക്കുന്ന പരിപാടി. ഹിയർ ദ വർക്ക് എൻവയോൺമെന്റ് സിമിലർ ടു ദ ആക്ച്വൽ കണ്ടീഷൻ. ആക്ച്വൽ കണ്ടീഷനുമായി എല്ലാ അർത്ഥത്തിലും സിമിലർ ആയിരിക്കും. ഈസ് ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യലി ആൻഡ് ദ ട്രെയിൻ ഈസ് പ്ലേസ് ദെയർ ടു ട്രെയിൻഡ് വിത്തൗട്ട് എനി പ്രഷർ. മറ്റ് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും കൂടാതെ ട്രെയിനികൾക്ക് പ്രവർത്തിക്കുവാൻ തക്കവണ്ണമാണ് ഈ ആർട്ടിഫിഷ്യൽ ട്രെയിനിങ് സെൻറ്റർ ഉണ്ടാക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇത് ഈ പറഞ്ഞ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ് നമുക്ക് ITIയിലും പോളിയിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. Programmed instruction. This method incorporates a pre-arranged and proposed acquisition of some specific skill or general knowledge. മുന്നമേ തീരുമാനിച്ചിട്ടുണ്ട് ഈ കുട്ടി അല്ലെങ്കിൽ ഈ ട്രെയിനി എത്രമാത്രം അറിവ് നേടണം, ഇത്ര സ്റ്റെപ്പ് കഴിയുമ്പോൾ, ഇത്ര ദിവസം കഴിയുമ്പോൾ, ഇന്ന രീതിയിൽ പഠിച്ചു കഴിയുമ്പോൾ. അതിനുവേണ്ടി ചെറിയ ഇൻഫർമേഷൻ ഈസ് ബ്രോക്കൺ ഇൻ ടു മീനിങ് യൂണിറ്റ്സ് ആൻഡ് ദിസ് യൂണിറ്റ്സ് ആർ അറേഞ്ച് ഇൻ എ പ്രോപ്പർ വേ ഫോം ഓഫ് ലോജിക്കൽ ആൻഡ് സീക്വൻഷ്യൽ ലേണിംഗ് പാക്കേജ്. വളരെ ചെറിയ യൂണിറ്റുകളായിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് കഴിഞ്ഞിട്ട് അതിനടുത്ത് കഴിഞ്ഞിട്ട് അതിനടുത്തതെന്നുള്ള ബൗദ്ധികമായി ഒരു സീക്വൻഷ്യൽ, അതായത് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് വെക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു സ്കില്ല് നേടിക്കഴിയുമ്പോൾ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഒരു സ്കില്ല് നേടിയെന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോഴാണ് അടുത്തത് കൊടുക്കേണ്ടത്. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അടുത്ത കൊടുക്കേണ്ടത്. അത് കൃത്യമായി കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ഇപ്പം ആദ്യം മനസ്സിലാക്കേണ്ട ചില ABCDF എന്ന് പറയുന്ന അക്ഷരമാണ് എങ്കിൽ ആദ്യം കമ്പ്യൂട്ടറിനകത്ത് അത് പഠിപ്പിക്കും നമ്മളെ. അത് പഠിച്ചു എന്ന് കണ്ടു കഴിയുമ്പോൾ നേരെ അടുത്തതിലേക്ക് A4 ആപ്പിൾ എന്ന് പറയുന്ന അടുത്ത മോഡ്യൂളിലേക്ക് പോകും. അവിടെ നേരെ അടുത്ത ഒരു സെൻറ്റൻസിലേക്ക് പോകും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ പഠനം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ക്രമീകരിച്ചിട്ടുള്ളത്. കൂട്ടുകാർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാം കുറച്ച് 10 മിനിറ്റ് 11 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഏകദേശം 20 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ്. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പഠിക്കാനിടയാകട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.